ഹലോ നമസ്കാരമുണ്ടേ. സൗണ്ട് ഓക്കെ ആണോ ഒന്ന് പറയണേ, ഒന്ന് കൺഫേം പറയണേ സൗണ്ട് ഓക്കെ ആണോ എന്ന്. കാരണം മുമ്പത്തെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ബസ് ഇന്ന് ഇറക്കാൻ പറ്റിയില്ല. ഇറക്കാൻ പറ്റാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടക്കം തൊട്ട് പറയാം, രാവിലെ 10 മണിയായപ്പോൾ ഞാൻ അവിടെ വന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മുടെ ഗിരീഷേട്ടൻ്റെയൊക്കെ വക്കീൽ മരിച്ചുപോയി. അതെ, ഹൈക്കോടതിയിലുള്ള വക്കീൽ മരിച്ചു. ഇത് നെടുന്തൂണായിരുന്നു. അപ്പോൾ ചില ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞത്, ചില ആനവണ്ടി ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് ഗിരീഷേട്ടൻ തീർന്നു പോയടാ, ഗിരീഷേട്ടൻ്റെ പരിപാടി ഓവറായി എന്ന് പറഞ്ഞ് കുറേ കളിയാക്കലൊക്കെ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ കേട്ടു. എന്തുവായാലും വളരെ സന്തോഷമുണ്ട്. അതെ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു മരണം വരെ കൊട്ടിഘോഷിക്കുന്ന കുറേ ടീമുകൾ എന്തായാലും കൊള്ളാം. അതെ, അപ്പോൾ വളരെ സങ്കടമുണ്ട്. നല്ലൊരു നെടുന്തൂണായിരുന്നു ഗിരീഷേട്ടനും ടീമിനും. എന്നെ സംബന്ധിച്ച് എനിക്കും പുള്ളി നല്ല കാര്യങ്ങൾ, ഞാൻ കുറേ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായി. അതിൽ നിന്നാണ് ഞാൻ ഈ ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അവിടെ 10 മണി തൊട്ട് വെയിറ്റ് ചെയ്യാണ്. 10 മണി തൊട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഗിരീഷേട്ടൻ വന്നു. അപ്പോൾ കോടതിയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഇവിടെ വന്ന് ആർ ടി ഓഫീസിൽ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അവർ റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. റിട്ടേൺ കംപ്ലയിൻറ്റ് ഈ സൗണ്ട് ഓക്കെ ആണോ സുഹൃത്തുക്കളെ, ഒന്ന് കൺഫേം ചെയ്യണേ. ഇത് മുമ്പത്തെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവായിട്ട് വന്ന് പറയുന്നത്. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ ഞാൻ എൻ്റെ ഫോണിനകത്തും ഇതിനകത്തും 3% ഉള്ളൂ ചാർജ്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ വന്ന് ഇവിടെ വന്ന് കുത്തിയിട്ടേക്കുക ഫോണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതായത് ഒരു മൈക്കിൻ്റെ ഇത് ഓഫായിപ്പോയി, അത് പറ്റിപ്പോയത്. ഒന്ന് ക്ഷമിക്കണം. അതുകൊണ്ട് അപ്പോൾ ചില സാഹചര്യത്തിൽ രാവിലെ തൊട്ട് ഞാൻ അവിടെ കുത്തിപ്പിടിച്ചിരിക്കാം. എനിക്ക് എൻ്റെ ഒരു കാല് ഹിപ്പ് റിപ്ലേസ് സർജറി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ നോക്കി നിന്നു. വേറെ ഇരിക്കാനൊന്നും വല്ല സെറ്റപ്പില്ല. പിന്നെ 1-2 തവണ ചില മലയാളി ചേട്ടന്മാർ വന്ന് കാറിലൊക്കെ അങ്ങനെയൊക്കെയാണ് നിന്നും മണിക്കൂറുകൾ സമയം കളഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് നടന്ന സംഭവം രാവിലെ 10 മണിയായപ്പോൾ തൊട്ട് ഞാൻ അവിടെ നിൽക്കുക. അപ്പോൾ രാവിലെ അറിഞ്ഞു റോബിൻ ചേട്ടൻ്റെ ഹൈക്കോർട്ടിലെ നമ്മുടെ പുള്ളിക്കാരൻ്റെ വക്കീൽ മരിച്ചു, അതായത് മരണപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടെന്ന് കേട്ടു. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അത് പലരും കൊട്ടിഘോഷിച്ചു പുള്ളി തീർന്നു പോയെന്ന്. അതെ, പക്ഷെ പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം പുള്ളി അതുപോലെ ബാക്ക് ബോൺ ചെയ്ത ഒരു വക്കീലാണ് ഹൈക്കോടതിയിലെ ആ ഒരു സീനിയർ വക്കീൽ. അപ്പോൾ എന്തായാലും ഞാനതിന് പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ. എന്തായാലും അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായി പോയതേ. എന്നാലും പുള്ളി സ്ട്രോങ് ആണ് ആള്. അപ്പോൾ എന്തായാലും പുള്ളി നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ കൊടുക്കുക. കാരണം അതായത് നമ്മുടെ വക്കീലിൻ്റെ പേര് ദിനേശ് മേനോൻ എന്നാണ് വക്കീലിൻ്റെ പേര്, അഡ്വക്കേറ്റ് ദിനേശ് മേനോൻ. അപ്പോൾ എന്തായാലും വക്കീൽ നല്ല സപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് റോബിൻ ഗിരീഷ് എന്ന വ്യക്തി താഴെ പോകാൻ, ഇനി ആര് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും താഴെ പോകാൻ സമ്മതിക്കരുത്. കാരണം ഒറ്റയാൾ പോരാട്ടമാണ്. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം പുള്ളി ഒറ്റ കാലം കൊണ്ട് സമ്മതിക്കണം കേട്ടോ. പുള്ളി ഒറ്റ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുപോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കാലം ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഒരുപാട് അവിടെ വന്നവർക്ക് കണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചേട്ടന്മാർ വന്നു, പല സ്ഥലത്തു നിന്ന് കുറച്ച് ഡ്രൈവർമാർ ചേട്ടന്മാർ വന്നു. അവരെല്ലാം ഗിരീഷനെ അറിയാതെ സോഷ്യൽ മീഡിയ വഴി കണ്ട് ആണ് അവിടെ വന്ന് സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് സപ്പോർട്ട് പറഞ്ഞു. ഒരുപാട് പേര് പിന്നെ ഫോണിൽ കൂടെ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ പുള്ളിക്കാരൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക. കാരണം ഒരു മനുഷ്യനെ ഇട്ട് ദ്രോഹിക്കുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഒരു ലിമിറ്റ്, സ്വല്പമെങ്കിലും ഉളുപ്പ്. കാരണം ഒരു പ്രസ്ഥാനം കൊണ്ട് ഒരു കാര്യം പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തെറ്റോ ഒന്നും ചെയ്തില്ല. ഇന്ന് നടന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബസ് ഇറക്കണമെന്നുള്ള ഭയങ്കര അതിയായ ആഗ്രഹത്തിലായിരുന്നു. പക്ഷെങ്കിൽ അവിടെ ഇന്ന് ആർ ടി ഓഫീസിൽ ചെന്നപ്പോൾ എന്ത് നീറ്റായിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കുന്നത് അറിയോ. ഇന്ന് ആർ ടി ഒടൊക്കെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു വിഷയമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എല്ലാം മേളിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് അവിടെ ഒരു പേപ്പർ എഴുതി, അതായത് അവർക്കൊരു റിക്വസ്റ്റ് കൊടുക്കണം വണ്ടി ഇറക്കാൻ എന്ന് പറഞ്ഞ് ആ റിക്വസ്റ്റ് പേപ്പർ സ്റ്റാമ്പ് ഒട്ടിച്ച് അത് അവർ ഈ ആർ ടി ഒയുടെ മേലിലുള്ള ഉദ്യോഗസ്ഥന് അത് അയച്ചു കൊടുത്ത് അവിടുന്ന് വേണം ഞങ്ങൾക്ക് ലെറ്റർ വരാൻ. അപ്പോൾ അത് തപാൽ വഴിയാണ് അയക്കുന്നത്. അത് വന്നതിന് ശേഷം മാത്രമേ വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതുമല്ല, ഓൾറെഡി ഇപ്പോൾ ഗിരീഷേട്ടൻ്റെ ടീമും വക്കീലിനെ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്തായാലും അപ്ഡേറ്റ് വരുന്നിടം വരെ. പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം ദയവ് ചെയ്ത് ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. കാരണം നിങ്ങളിങ്ങനെ നിരന്തരം പുള്ളിയെ ഫോൺ വിളിക്കുമ്പോൾ പുള്ളിയുടെ ഫോൺ സത്യം പറയാമല്ലോ, ആ പാമ്പിടിച്ച മനുഷ്യന് ഒരു കൈയേ ഉള്ളൂ. ആ കൂടെ ഉള്ളവരുടെ 3 പേരുടെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്താണ്, എനിക്കിപ്പോഴും നല്ല കോൾ വന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കാര്യം, പുള്ളിയെ ഫോൺ വിളിക്കരുത് ആരും. കാരണം ഇപ്പോൾ 1 രൂപ ചാലഞ്ച് ആരോഗ്യം തുടങ്ങിയെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഫോണിൽ 1 രൂപ ഇട്ടിട്ട് ചേട്ടാ 1 രൂപ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് കൊടുത്തെങ്കിൽ കൊടുക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം, എനിക്കറിയത്തില്ല. അത് ഗിരീഷേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതെ, പിന്നെ പലരും നമ്പർ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം എന്തുവെന്ന് എനിക്കറിയില്ല. ഗിരീഷേട്ടൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കൊടുക്കണോ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കട്ട സപ്പോർട്ട് കൊടുക്കാം നമ്മളെ കൊണ്ട്. അതെ, പിന്നെ ദയവ് ചെയ്ത് ഫോൺ വിളിച്ചാലും ഇത് ചെയ്ത്, കാരണം പുള്ളിക്ക് ഒരാളെ ഒന്ന് വിളിക്കണമെങ്കിൽ ഒന്ന് ഒരു വക്കീലിനെയോ ഒരു വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് നിയമ നടപടി ഒന്ന് സഹായിക്കേണ്ട ആ സമയത്ത് ഒന്ന് ഫോൺ എടുക്കാനോ ഫോൺ വിളിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാര്യം കണ്ടിന്യൂസ് ഈ വാട്സപ്പ് വഴി ഇങ്ങനെ കോളുകൾ വരുമ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ കൂട്ടുകാരുടെ ഫോണായാലും ഹാങ്ങിലാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മാക്സിമം വിളിക്കാതെ സപ്പോർട്ട് ചെയ്യുക. അതെ, വാട്സപ്പിൽ തന്നെ എനിക്ക് തന്നെ തുരുതുരാ മെസ്സേജാണ്, എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിച്ച് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം പ്ലീസ്. കാരണം ഇന്ന് തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. എനിക്ക് എൻ്റെ എല്ലാം കാര്യം, നമുക്ക് പരിമിതികളുണ്ട്. നമ്മളൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അതെ, ഞാൻ രാവിലെ 10 മണി തൊട്ട് അവിടെ വന്ന് കുത്തിപ്പിടിച്ചില്ല. അപ്പോൾ എനിക്ക് ഇത്രയും വേദന അനുഭവിച്ച് ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ മലയാളി ചേട്ടന്മാരുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ നമ്മുടെ നെന്മാറയുള്ള ഷാ മൊബൈൽസിലെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് പവർ ബാങ്ക് തന്ന ചേട്ടൻ. അപ്പോൾ അവരൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്താണ് അവിടുന്ന് അവരിവിടെയൊക്കെ വന്ന് തിരക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് മലയാളീസ് വന്ന് തിരക്കുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. കൂടപ്പറപ്പിനെക്കാട്ടിലും സ്വന്തം കൂടപ്പറപ്പിനെക്കാട്ടിലും അതിന് ഉപരിയാണ് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നതൊക്കെ. അവർക്കൊക്കെ താങ്ക്സ് ഉണ്ട്, വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഇതിപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗിരീഷേട്ടൻ എൻ്റെ ആരുമില്ല. പക്ഷെ എനിക്ക് സങ്കടം, കാര്യം എന്നെ പോലെ ഞാൻ ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രശ്നത്തിൽ കൂടെ കടന്നാണ് ഞാൻ വരുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ഉദ്യോഗസ്ഥ സമൂഹത്തിന്റെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ വിഷമിച്ച് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് ഇവർക്കെതിരെ പോരാടാൻ ഇറങ്ങിയപ്പോഴാണ് ഈ വ്യക്തിയെ ഞാൻ കണ്ടത്. ഇതുവരെ ഉദ്യോഗസ്ഥന്മാർ സാറുമാർ അവരെ പൊക്കോട്ടെ എന്ന് പൊത്തി. പക്ഷേ ഇനിയില്ല. ഇനി ഇവർക്കെതിരെ നിയമ നടപടികൾ ശക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യണം. കാരണം നമ്മൾ പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നത്. നമ്മൾ കോടതിയെ സമീപിക്കണം. ഓരോരുത്തരും കോടതിയെ സമീപിക്കണം. വിവരാവകാശം വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇത് ഓരോ കാര്യം നമ്മുടെ അറിവില്ലായ്മയാണ് ഇവരെല്ലാം വിറ്റ് കാശാക്കുന്നത്. നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവരൊക്കെ ഈ PSC എഴുതി പാസ്സായിട്ട് ഇവിടെ കയറിയുന്നത്. ജനങ്ങളെ റിവെഞ്ച് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യാം. അത് എൻ്റെ ഇതല്ല, നിങ്ങളുടെ മനസ്സാണ്. എന്താണെന്ന് നിങ്ങളുടെ മനസ്സിന് ഒത്തവണ്ണം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നീതിക്ക് നിരക്കുന്ന കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് സത്യം എന്നും ജയിക്കും. സത്യത്തിന് വേണ്ടി പോരാടുക. ഉന്നെക്കൊണ്ട് മുടിയാതെ എന്നെക്കൊണ്ട് മുടിയും. അതായത് സത്യത്തിന് വേണ്ടി പോരാടിയ സത്യം എത്ര മൂടി വെച്ചെന്ന് പറഞ്ഞാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. സത്യത്തിന് മാത്രമേ ഇന്നത്തെ കാലത്ത് വരെയുള്ളൂ. പക്ഷേ ഇവിടെ നടക്കുന്നത് സത്യം മൂടി വെച്ച് സത്യത്തെ കൈക്കൂലി കൊടുത്ത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു സെക്കൻഡ്, ഏതോ ഒരു ചേട്ടൻ എവിടുന്നോ എന്നെ കിടന്ന് കുറേ വിളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നി എങ്ങായി. അപ്പോൾ എന്തായാലും ഒരു സെക്കൻഡ്, ആരും ഒരാൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു സെക്കൻഡേ. ചേട്ടാ ഹലോ. ചേട്ടാ പറഞ്ഞു. അതായത് റോബിൻ ചേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സപ്പോർട്ട് ചെയ്യണമെന്നും. എന്നോട് പേഴ്സണലി മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ അതിശയം അതാണ്, ആരാണ് ഈ സ്പ്രെഡ് ആക്കിയെന്ന് എനിക്കറിയത്തില്ല. അത് അതിനെപ്പറ്റി അവർ ചെക്കിങ് ചെയ്യാൻ പറയട്ടെ. ചേട്ടാ അതല്ല, ഞാനൊരു സെക്കൻഡ്,
ഞാൻ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുക, ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുക, ഒന്ന് തീർന്നോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ. അതായത് പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ പറയുന്നത്, അതായത് റോബിൻ ചേട്ടൻ ആരോടും പറഞ്ഞുള്ളതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ വക്കീലിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, മുമ്പേ പോയതാണ്. അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങൾ ദയവ് ചെയ്ത് ഞാനൊരു കാലെ പിടിക്കാം, ആരും ഫോൺ വിളിച്ച് പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം പുള്ളിക്ക് ഒന്നാതെ വയ്യാത്തതാണ്. പിന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യം അവർ ചെയ്യട്ടെ. നമ്മളെ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകൾ ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം, ഓക്കെ, സമ്മതിക്കാം. പിന്നെ എന്താ വേറെന്തോ കാര്യം, അതുപോലെ പൈസ എന്തൊക്കെയോ ആരൊക്കെയോ കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് അക്കൗണ്ടിൽ സ്പ്രെഡ് ചെയ്യല. മുമ്പത്തെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാതായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കണ്ട ഈ റോബിൻ ബസിന്റെ ഇഷ്യൂ. അതായത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ അപ്പീൽ ചെയ്യേണ്ടായിരുന്നു KSRTCക്ക് വേണ്ടി. KSRTCയുടെ അതായത് ഇന്ന് ഒരു കേസ് ഉണ്ടായിരുന്നു KSRTC കൊടുത്തിരുന്നില്ല. അത് ഇന്ന് സ്റ്റേ ഓർഡർ വാങ്ങിച്ച് അതായത് ഇത് ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് ഇന്ന് പൊളിഞ്ഞു. കാരണം സത്യം മേടിക്കുന്ന ദൈവം ഉണ്ടല്ലോ ആ പുള്ളിക്ക്. കാരണം പിന്നെ പുള്ളിയുടെ നമ്മുടെ ഒരു വിശ്വാസങ്ങളാണല്ലോ. പുള്ളി ഞാനിത് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളത് ഒരാൾ രണ്ടും കേൾപ്പിച്ച് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയാൽ നേടാവുന്നതേ ഉള്ളൂ. കള്ളത്തരം വലിയ താമസമില്ലാതെ പലതും പൊളിയും. അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. സത്യത്തിന് മാത്രമേ ഇവിടെ വിജയമുള്ളൂ. സത്യം എന്നും ഒരു ദിവസം പോലും മൂടി വെക്കാനോ പറ്റില്ല. അതിന് എത്ര കള്ളപ്പണം കൊണ്ടെന്ന് പറഞ്ഞാലും അത് ഞാനല്ലേ എൻ്റെ അടുത്ത തലമുറയായാലും എൻ്റെ അടുത്ത തലമുറയായാലും അത് നശിപ്പിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേറെ എന്താ പറയാനുള്ളത്? വേറെ പ്രത്യേകിച്ച് പറയാനുള്ള എന്തായാലും പുള്ളിക്കാരന് കൊടുക്കേണ്ട സപ്പോർട്ട് അതുപോലെ തന്നെ കൊടുക്കണം. പിന്നെ വേറെ ഇന്ന് RT ഓഫീസിൽ നിന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ, അതായത് മേലിരിക്കുന്ന ആരൊക്കെയോ ചേർന്നുള്ള വലിയ ഗൂഢാലോചനയാണെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനെ എങ്ങനെ ഗൂഢാലോചന ചെയ്ത് ഇല്ലായ്മ ചെയ്യാമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് റോബിൻ. എക്സാമ്പിൾ കൊടുത്തിട്ട് റോബിൻ ബസ് ഉടമയായ ഗിരീഷ് ചേട്ടൻ. പാവം ആ മനുഷ്യനെ ഏതെല്ലാം വകുപ്പിൽ കൂടെ ഇല്ലായ്മ ചെയ്യാവും ആ വകുപ്പിൽ കൂടെ എല്ലാ യുവന്മാർ ഇല്ലായ്മ ചെയ്യും. പക്ഷെ പുള്ളി അതിനപ്പുറം വീണ്ടും പൊന്തി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു. ഞാനിപ്പോൾ എനിക്കും ഫോറസ്റ്റുകാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. കാരണം ഞാൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞതിന് എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അതിനെതിരെ കേസുമില്ല, ഒന്നുമില്ല. മേലിരിക്കുന്ന സാറുമാര് ഇറങ്ങി എനിക്കെതിരെ കളിച്ചു. അതായത് ഒരു വീഡിയോ ഒന്നും കൊടുക്കരുതെന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദൈവം ഓരോരുത്തരെ ഇറക്കും. ഇതൊരു ഒരു ഫാക്റ്റാണ്. ദൈവത്തിന്റെ ഓരോ കളികളെ എത്ര കൂടി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യം, ഇവരൊക്കെ എന്തോന്ന് ഒരു കാര്യം. ഈ മനുഷ്യൻ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും. അവിടെ ഒറ്റയ്ക്ക് വൺ മാൻ ഷോ ആയിട്ട് ഇത്രയും ഈ പുള്ളി ഇരുന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആ പുള്ളിയുടെ ഗട്ട്സ് ഒന്നും ആലോചിക്കും. നിനക്കൊക്കെ അതെങ്കിലും ഉണ്ടോടാ? നീയൊക്കെ കുറെ നിനക്കൊക്കെ പോയി ഒന്ന് കൊണ്ട് വെട്ടിക്കളയാൻ നോക്ക്. കൊണ്ട് നടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കൊല്ലും. കൊല്ലടാ, കൊന്നു കളയടാ, നിനക്ക് ആമ്പ നീ അങ്ങനെങ്കിലും ജയിലിൽ പോകുമല്ലോ. അങ്ങനെ ഞാനിതൊക്കെ പറയുന്നതാണെങ്കിൽ അതുപോലെ ഉള്ളി. കാരണം ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ കുറേ വിഷയങ്ങളിൽ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷെ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര, കാരണം നമ്മളെ പുള്ളിയോട് നടന്നു നോക്കി അപ്പോൾ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ. ആ മനുഷ്യൻ ഞാൻ കഴിഞ്ഞ ദിവസം വിങ്ങി പൊട്ടിപ്പോയി. പുള്ളി അവിടെ വണ്ടിക്കകത്തിരുന്ന് ഞാൻ അവിടുന്ന് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ പിടിവിട്ടുപോയി കഴിഞ്ഞ ദിവസം ഒരു ലൈവ്. അപ്പോൾ എന്തായാലും അത് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ദയവ് ചെയ്താലും പുള്ളിയുടെ അനുവാദമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ഇത് ചെയ്യാനോ എടുക്കാനോ ഒന്നും പോകരുത്. പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും. ഒരു ചാനലും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ചാനലിൽ പറഞ്ഞായിട്ട് എനിക്ക് അറിയത്തുമില്ല. പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങളത് പറയത്തില്ലയോടാവുകയെ എന്നാണ് ചേട്ടനായാലും ചേട്ടൻ്റെ കൂട്ടുകാരും പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെ കൊണ്ട് പറയുന്ന വെർബലി ആയാലും കാര്യങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. ദയവ് ചെയ്ത് ആരും പുള്ളിയുടെ ഫോണിൽ വിളിക്കരുത്. മുമ്പത്തെ 2 വീഡിയോയ്ക്കും വോയിസ് ഇല്ലായിരുന്നു. വോയിസ് ഇല്ലാത്തത് മൈക്കിന്റെ വിഷയമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെന്തോ ഒരു കാര്യം പറയാൻ വന്നല്ലോ. പിന്നെ റോബിൻ ബസിന്റെ ഓണറെ പറ്റി അതായതെന്നൊക്കെ പറഞ്ഞു കുറേ ഡയലോഗുകളൊക്കെ കേട്ടു. അപ്പം അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. അതൊക്കെ അവർ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ അത് പറയാനുണ്ട്. അത് റോബിൻ ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. റോബിൻ ചേട്ടൻ മുമ്പത്തെ വോയിസിനകത്ത് എനിക്കത് കയറ്റാൻ പറ്റിയില്ല, കാരണം ഫോൺ ഓഫായി പോയത് കാരണം കേട്ടോ. പുള്ളിക്കാരൻ തന്നെ പറയട്ടെ, വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വേറെ അത് ഹൈഡ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല, എല്ലാം ഓപ്പണായിട്ട് പുള്ളിയുടെ ലൈഫേ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. എന്തായാലും കട്ട
സപ്പോർട്ടാണ് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന, എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോ ഇടാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ആ വീഡിയോ നിങ്ങളുടെയും നല്ല സപ്പോർട്ടുണ്ട്. മാക്സ് ഇപ്പോൾ 700 പേരുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ മാക്സോ ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് ഇപ്പോൾ തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു. അതുപോലെ അക്കൗണ്ട് നമ്പർ ശരിയാണോ ഇന്ന ഞാൻ പറഞ്ഞു. റോബിൻ ചേട്ടൻ അതായത് ഗിരീഷ് ചേട്ടൻ എങ്ങും പറഞ്ഞിട്ടില്ല, വ്യക്തമായിട്ട് ഒരാളോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നോട്ട് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചിരുന്ന ഇവിടെ വന്ന ഈ ഓട്ടോയിൽ ഞാൻ ഇവിടെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോൾ എല്ലാം ആകെ ഇതായി കുളമായി. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ മുന്നേ ഉണ്ട് 2 വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാതായിപ്പോയി. പലരും ഇങ്ങനെ വിളിച്ച് ഇത് ചെയ്തു. മൈൻഡ് ഇച്ചിരി ഇതായിപ്പോയി. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു പേപ്പർ വരാൻ വേണ്ടി, അതായത് ഇവിടുന്ന് ഒരു പേപ്പർ RTO ഹയർ, അതായത് ചെന്നൈക്കാണെന്നാണ് കേട്ടത്. ചെന്നൈയിലുള്ള ഏതോ ഒരു ഹയർ ഉദ്യോഗസ്ഥന് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഇനിയും തപാൽ വഴി പോയിട്ട് തപാൽ വഴി തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ എന്തോ ആന്ന് ദൈവമേ, ഒരു മനുഷ്യനെ എങ്ങനെ ദ്രോഹിക്കാം എന്നതിനുള്ള PhD എടുത്തുകൊണ്ടിരിക്കുക സാറുമാർ. ഭയങ്കര PhD തന്നെയാടാ. PhD വല്ലാത്ത PhD തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആരെങ്കിലും ഒരു തെറ്റ് കാണുമെന്നേ ഉടനെ അത് വീഡിയോ ആക്കുക. സാറന്മാർ പലരും പറയും വീഡിയോ എടുക്കരുതെന്നൊക്കെ പറയും. നിങ്ങൾ വീഡിയോ എടുക്കണം. കാരണം ഞാൻ എന്ന വ്യക്തി ഇപ്പോൾ എൻ്റെ കയ്യിൽ തെളിവ് സ്ട്രോങ് ആണ്. എൻ്റെ കയ്യിൽ 4 സ്റ്റാർ അക്രമം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ കയ്യിൽ തെളിവ് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇവന്മാർ പേടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ പലരും എന്നെ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞു. തട്രാ ഭയ പാടാ തട്രാ തട്ടുമ്പത്തിന് ബാക്കിയുള്ള സാധനമൊക്കെ പുറത്തു വരത്തില്ലേ. എനിക്കതാണ് വേണ്ടത്. എന്തായാലും റോബിൻ ചേട്ടനെയും അതുപോലെ ഒരുപാട് പേര് തകർക്കാൻ ശ്രമിച്ചു. ആ പുള്ളിയുടെ മനസ്സാണ് നമ്മൾ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. സപ്പോർട്ട് ചെയ്യാൻ നന്നായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇനിയും ബാക്കി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. ഇനിയും കാര്യങ്ങൾ റെഡി ആകുന്നവരെ വെയിറ്റിംഗിലാണ്. പിന്നെ അവർ കോടതിയെ സമീപിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കാനുള്ള തത്രപ്പാടിലാണ്. വേറൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം എത്ര മിനിറ്റായി? ഒരു 16 മിനിറ്റ് ഞാൻ വെറുപ്പിച്ചു. വളരെ നന്ദിയുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ടൊക്കെ പറഞ്ഞതിന്. മുമ്പേ സൗണ്ട് ഇല്ല ഞാൻ ക്ഷമിക്കണം. അന്നേരം എൻ്റെ ഫോണിന് എൻ്റെ എൻ്റെ 2 ഫോണിന് ബാറ്ററി ഔട്ടായിപ്പോയി. ഐഫോൺ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കാണാം അടുത്തൊരു വീട്ട്. മില്ലുകാരൻ, പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസ് എന്ന് മാത്രം ചിന്തിച്ചാൽ കാര്യം. ഒറ്റക്കാലിൽ നിന്നാണ് നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത്. പുള്ളി അറിയുന്നത്. അപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ കൂടെ പുള്ളിയുടെ വിഷമം എനിക്കും മനസ്സിലാവും, എൻ്റെ വിഷമം പുള്ളിക്കും മനസ്സിലാവും എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൂട്ടുകാർക്കും മനസ്സിലാവും. അപ്പോൾ അവർക്കെല്ലാം നല്ലത് വരട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക. ഈ തലതെറിച്ച കുറെ ഉദ്യോഗസ്ഥന്മാരെ ഒരു സെക്കൻഡ് ഇച്ചിരി അവിടെ നിന്നോളാം. തലതെറിച്ച കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ സാറുമാരെ നമ്മൾ അന്വേഷിക്കണം. ഇവരൊക്കെ എന്താണ് എടുക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് പറയുവാനെ ഒരുപാടാണെന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അങ്ങ് ഷെയിമാന്നേ ഇവരെ പറ്റിയൊക്കെ പറയുമ്പോൾ. നമുക്ക് തന്നെ അങ്ങ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാണിച്ചു കൊടുക്കുന്ന പണത്തിന് വേണ്ടി എന്തെല്ലാം PPP തരമാണ് കാണിക്കുന്നത് അറിയോ. ഇത് ഗിരീഷ് ചേട്ടൻ എൻ്റെ ആരുമല്ല. എന്നാൽ തന്നെയും ഒരു വയ്യാത്തൊരു വ്യക്തിയുടെ വിഷമം കണ്ടു. ഒരു കാല് വയ്യാത്ത വ്യക്തി. എന്നെ അറിയാവുന്ന ഇവർക്ക് എന്നെ അറിയാം, എനിക്കും കാല് വയ്യാം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്യാം. അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കമൻറ്റിൽ വരാം. കമൻറ്റിൽ ചോദിക്കാം. ഇപ്പോൾ ദാഹിച്ച് ഇടപാട് തോന്നും. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാം ഇപ്പോൾ കേട്ടോ. പറയൂ. എന്തെങ്കിലും ആർക്കെങ്കിലും കമൻറ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വളരെ സങ്കടം, അതിലും വലിയ സങ്കടം. ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ആ ആളുടെ അതായത് ആ പുള്ളിയുടെ നെടുന്തൂണായിട്ടുള്ള വ്യക്തി മരിച്ചപ്പോൾ നിന്റെയൊക്കെ വീട്ടിലും മരിക്കത്തില്ലായിരുന്നൊക്കെ ഉടനെ ആ ഗ്രൂപ്പ് ഇട്ടേക്കുന്നു, അവന്മാർ ഇട്ടേക്കുന്നു. ഗിരീഷ് തീർന്നത്. ഗിരീഷിനെ അങ്ങനെ തീർക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലടാ മുത്തേ. മില്ലുകാരൻ കളത്തിൽ ഇറങ്ങിയിട്ടാ. ഞാനും ഇറങ്ങടാ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെയുണ്ടോ ഞാനും ചെയ്യും. അതിനുള്ള പണികൾ. പിന്നെ പണി വെച്ച സാറന്മാർക്കൊക്കെ പണി എവിടുന്നേലൊക്കെ കിട്ടും. ഞങ്ങളുമുണ്ട്. ഈ വിവരാവകാശം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ ഓരോ വകുപ്പിലും. അതൊക്കെ ഞങ്ങൾ ഇനി വെച്ച് തുടങ്ങും. ഞങ്ങൾ പിള്ളേരെ പഠിപ്പിച്ചെടുക്കും ഓരോ കാര്യങ്ങളും, വിവരാവകാശവും കാര്യങ്ങളൊക്കെ. നിങ്ങൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഓഫീസിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് കൊണ്ട് കേസ് കൊടുക്കരുത് കേട്ടോ. നേരെ കേസ് എഴുതിയിട്ട് നേരെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്നിട്ട്
പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കും. അപ്പൊ അവർക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, അല്ല റിസീവ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്കൊരു അക്നോളജ്മെന്റ് പേപ്പർ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് മാന്യമായിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരു വിവരാവകാശം വെക്കണം. 2005 വിവരാവകാശ നിയമപ്രകാരം ഉള്ള ഇത് വെച്ചിട്ട് അങ്ങോട്ട് വീണ്ടും ഒരു സ്റ്റാമ്പ് നമ്മുടെ ഒരു സ്റ്റാമ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് അയച്ചു വിട്ടിട്ട് പറയണം, സാറേ ഞാൻ തന്ന കേസിന്റെ സ്റ്റാറ്റസ് എന്താ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. സാറ് തന്നില്ലെങ്കിൽ സാറ് 30 ദിവസം കൊണ്ട് സാറിന്റെ സാലറിയും നമുക്ക് പൈസ തരേണ്ടി വരും. 250 രൂപ പെർ ഡേ നമുക്ക് തരേണ്ടി വരും. അപ്പോൾ സാറിന്റെ സാലറി പോകുമ്പോൾ സാറ് കറക്റ്റ് ആയിട്ടുള്ള ഇനിയും ഫേക്ക് തന്നാൽ നമുക്ക് കോടതിയെ നമുക്ക് സമീപിക്കാം. ബഹുമാനപ്പെട്ട കോടതി ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ കോടതി ഒരു റൂള് പറഞ്ഞിട്ട് കോടതിയുടെ റൂള് വെറും കോടതിക്ക് റൂള് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും വളരെ സങ്കടമുണ്ട്. കാരണം ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് ദ്രോഹിക്കുന്നതിൽ ഇവന്മാര് PhD എടുത്തിരിക്കുകയാണെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് റോബിൻ ബസ് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നെ പോലുള്ള പാവം പിടിച്ചവര് ഓരോ മനുഷ്യരും ഇവിടെ പണം എല്ലാവരും, അതായത് ഇവിടെ പണം ഉള്ളതെന്നോ പാവപ്പെട്ടെന്നോ ഒന്നുമില്ല, എല്ലാവരും ഒരു മനുഷ്യരെല്ലാം ഒറ്റ എല്ലാവരുടെയും ചോര ഇതിനകത്ത് ഓടുന്ന ചോര സെയിമാ. പിന്നെ കറുപ്പെന്നും വെളുപ്പന്നേ ഉള്ളൂ, അതിനൊന്നും ഒരു കാര്യമില്ല. നീ ഇരുന്നാലും ഞാനിരുന്നാലും നമ്മൾ രണ്ടുപേര് കുറച്ചു നേരം എവിടെ ഇരുന്ന് ഒന്ന് വേർത്താൽ 2 പേർക്ക് സ്മെല്ലുണ്ടാവും. ചത്ത് കഴിഞ്ഞാൽ ഒരേ മണ്ണിലോട്ടാ പോകണമെന്നുള്ള ചിന്ത വേണം. നീ ഒന്നും ഈ പണമൊന്നും ഒരിടത്തോട്ടും കൊണ്ടുപോകത്തില്ല, അതൊക്കെ ഓർത്തോണം. 1 രൂപ പോലും കൊണ്ടുപോകത്തില്ല. ഈ ഈഗോയും റിവെഞ്ചും ഒക്കെ വെച്ച് നീയൊക്കെ പണ്ടാരെ മടങ്ങിപ്പോവും. സത്യം പറയാമല്ലോ, ഇതൊന്നും അല്ല പറയണ്ടേ, ഇതിനപ്പുറം പറഞ്ഞു. കാരണം ആ മനുഷ്യന്റെ ഓരോ മനുഷ്യരെ ദ്രോഹിക്കുന്ന കണ്ടു കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇന്നലെ എന്റെ പിടിവിട്ടുപോയി. കാരണം അത്രയും പേരെ അതിനകത്ത് പിന്നെ അവരൊരു മാന്യത കാണിച്ചു കേട്ടോ. എനിക്ക് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവർ ആ വണ്ടിയിൽ അവിടെ വരെ കൊണ്ടുവിടാന്ന് പറയുന്നത് ആ ബസ്സിലുള്ള RTO നോക്കിക്കോണം. RTO എന്നിട്ട് അവരെ പാലക്കാട് വരെ കൊണ്ടുവിട്ടെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലെ നാറിയ കുറെ മറ്റേവന്മാരുണ്ട്, ഏവന്മാരുണ്ട്. ഇവന്മാര് എന്തോടാ കാണിക്കുന്നവന്മാര് എങ്ങനെ അവനെ വിറ്റ് കാശാക്കി അവനെ വീണ്ടും മുറിച്ച് വീണ്ടും കാശാക്കി എങ്ങനെ അവനെ കൊല്ലാക്കൊല ചെയ്യുക, അതിനുള്ള പണിയൊക്കെ ഒപ്പിക്കും. ഇല്ലെങ്കിൽ അവന്റെ നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ടോ ഒന്ന് അന്വേഷിച്ച് അവനെ പറ്റി എന്തെങ്കിലും കിട്ടുമോ, ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് അവനിട്ട് പണി കൊടുക്കുക. ഇതാണ് ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് എടുത്ത് കരിയാപ്പല പോലെ കളയുക. ഓരോ നാട്ടിലെ അവസ്ഥകളാണ്. ഇന്ന് ഓരോ മനുഷ്യരും ഉണ്ടല്ലോ, ഇന്ന് ഓരോ മനുഷ്യരുടെ ഓരോരുത്തരുടെ മുന്നിലും കൊണ്ട് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ പറയുന്ന കേട്ട് ഇപ്പൊ എന്റെ ഈ തന്നെ സ്റ്റോക്ക് 3-4 വീഡിയോ കിടപ്പുണ്ട്. ഒരു അപ്പച്ചൻ പറയുന്ന അങ്ങനെ കുറെ പേര് പറയുന്ന വീഡിയോസ്, ആ വീഡിയോസ് ഒക്കെ നേരെ കയറിയാണല്ലോ പുച്ഛിച്ച് തെള്ളും. സ്വല്പമെങ്കിലും ഉളുപ്പ്. ഇവരൊക്കെ അസുഖം വന്നിട്ടുണ്ടല്ലോ, ഇവരൊക്കെ പറഞ്ഞാൽ എന്റെ വായിന്ന് പോയതാ. കാരണം അതുപോലാണ് ഓരോരുത്തർ എന്നോട് ചെയ്തത്, അതുപോലെ ഈ ഗിരീശേട്ടനോട് ചെയ്തത്. അങ്ങനെ എത്രയെത്ര പാവങ്ങളെ ഇല്ലായ്മ ചെയ്ത്, എത്രയെത്ര ബസ് ഉടമകളെ ഇല്ലായ്മ, എത്രയെത്ര ടൂറിസ്റ്റ് പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. പിന്നെ നിയമത്തിന്റെ കാര്യങ്ങളൊന്നും ബഹുമാനപ്പെട്ട കോടതി ചെയ്യട്ടെ. അതെന്തായാലും അതിൽ വിശ്വാസമുണ്ട്. ഫോറസ്റ്റ് സാറന്മാരെന്ന് കരുതിയിരുന്നു. നിങ്ങൾക്കുള്ള സാധനങ്ങൾ ഞാൻ നിയമ നടപടിയായിട്ട് ഞാൻ സ്വീകരിച്ചു വരുന്നുണ്ട്. എനിക്കെതിരും വന്നു കഴിഞ്ഞാൽ ആ സാറുമാരുടെ എല്ലാം പേര് എഴുതി വെച്ച് വ്യക്തമായിട്ട് അവര് എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്കൊരു കോള് വന്നതാണ് കേട്ടോ, ഒന്നും തോന്നല്ലേ. നല്ല സ്പിരിറ്റ് വന്നു കേട്ടോ. അപ്പൊ കാണാം, വേറെ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. അപ്പൊ ദയവ് ചെയ്ത് ആരും ഒരു കാര്യം മിസ്യൂസ് ചെയ്യരുത്. പലതും പറയുന്നുണ്ട്. പറയുന്നവരോടെ കിടന്ന് പറയട്ടാവുകയെ നമുക്ക് നിങ്ങളുടെ കാരണം ആ വഴി വന്ന ആ വണ്ടി അവിടെ തൊട്ട് വന്ന വളരെ സ്വീകാര്യത ഞാൻ കണ്ടു. അറിയാം, എന്റെ ജീവിതത്തിൽ എനിക്കും അത് വലിയൊരു ഞാൻ സത്യം പറയാൻ സ്വപ്നം ഞാൻ ആ വണ്ടി വന്നപ്പോൾ ആ ഒരു ഓരോരുത്തരുടെ ജനഹൃദയങ്ങളിലേതെ അവരുടെ ഒരു ആകാംക്ഷ കാണുമായിരുന്നു. ആ മനുഷ്യനോടുള്ള ആകാംക്ഷ, റോബിൻ ഗിരീഷിനായാലും ബസ്സിനോടായാലും. അപ്പൊ ആ സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് കരുതുന്നു. അപ്പൊ കാണാം, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ റോബിൻ ചേട്ടൻ തരും. ദയവ് ചെയ്ത് ഞാനല്ല, അത് ഏതെങ്കിലും ചാനൽ, ഫോക്കസ് TV ആയാലും അവരൊക്കെ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറെ ഓൺലൈൻ ചാനലുകാർ കട്ടയ്ക്കുണ്ടായിരുന്നു. പിന്നെ വളച്ചൊടിക്കുന്ന വലിയ ചാനലുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരുടെ പണികളൊക്കെ താമസം പിന്നെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. അപ്പൊ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലുകാരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. ദേവി ചെയ്തത് ഗിരീഷേട്ടന്റെ ഫോണിൽ വിളിക്കരുത്. ഞാനൊരു ലാസ്റ്റ് ഞാൻ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. ദേവി ചെയ്ത് ആരും പുള്ളിയുടെ ഫോണിൽ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞു കഴിഞ്ഞു. വിളിച്ച് പുള്ളിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കണോ, ഒരു ഹെൽപ്പ് എന്തെങ്കിലും. അതുപോലെ ഒരു കാര്യം, പുള്ളി ഒരു വയ്യാത്ത മനുഷ്യനാണ്. ഒരു സെക്കൻഡേ, പുള്ളി ഒരു വയ്യാത്ത മനുഷ്യനാണ്. പുള്ളി
ഇങ്ങനെ ഇടിപിടിയുന്ന ഒരാളെ ഒന്ന് വിളിക്കണം. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ഫോൺ ഇങ്ങനെ വെക്കും, ഫോൺ മൊത്തം ഹാങ്. പുള്ളി ആകെ അങ്ങ് ടെൻഷനായി പോകും. അപ്പം അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം. പുള്ളിയുടെ മൈൻഡ് സ്ട്രെസ് ഫ്രീ ആകണം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പുള്ളിയെ വിളിക്കരുത്. വിളിക്കാൻ പക്ഷെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജുകൾ ₹1 കേട്ടിട്ട് വിളിച്ചു ചോദിക്കും, റോബിൻ ചേട്ടാ വന്നിട്ടുണ്ടോ? കാര്യം തെറ്റല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു. കാര്യം നിങ്ങൾക്കൊരു സന്തോഷം. അതെ, പക്ഷെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണം. ഇതൊരു നിങ്ങളുടെ ഒരു കുഞ്ഞനിയൻ പറയുന്നതായിട്ട് കരുതിയാൽ മതി. അവസ്ഥ മനസ്സിലാണ്. കൂടെ നടക്കുക. എനിക്ക് എൻ്റെ ഈ ഒരു കാല് ഹിപ്പ് റീപ്ലേസ് സർജറി കഴിഞ്ഞ ആർട്ടിഫിഷ്യലാണ് എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഞാൻ അത്രയും പെയിൻ എടുത്താണ് ഇന്ന് അവിടെ നിന്നത്. 10 മണി തൊട്ട് വൈകുന്നേരം വരെ അവിടെ കുത്തിപ്പിടിച്ച് നിന്നു. കാരണം അതുപോലെ വിഷമിച്ചു. കാര്യം വണ്ടി ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി. അതെ, പിന്നെ 2-3 ദിവസം എടുക്കുമായിരിക്കും. ഇപ്പം ആ പേപ്പർ ഇനിയും പോയിട്ട് തപാൽ വഴി പോയിട്ട് തപാലിയും തിരിച്ചു വരണം. പിന്നെ ഇവിടുത്തെ സാറ് പറയുന്നത്, സാറൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവരെ ഇതിനകത്ത് വലിച്ചഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ പേരിൽ ഇനി എന്തെല്ലാം ഉണ്ടാവും എന്നറിയത്തില്ല. എന്തുവായാലും സാറേ, ഞങ്ങളെ കൊന്നുകളയാൻ പറ്റും, കൊന്നുകളഞ്ഞേരെ. റോബിൻ ഗിരീഷിന്റെ കൂടെ ഞാനും ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് ഞാൻ ചെയ്തു കൊടുക്കും വ്യക്തമായിട്ട്. അതെ, അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പോൾ സാറേ, ഗുഡ് ബൈ, ടാറ്റ, കളം. പിന്നെ 4 സാറുമാർക്കുള്ള സാധനമൊക്കെ ഇപ്പൊ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു, ഇൻഡാസ്. അപ്പോൾ കുറെ ഇൻഡാസ് കൂടി ഇനിയും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ റെഡിയാക്കി വെച്ചേക്കാണ്. ഫോറസ്റ്റുകാർക്ക് ഉള്ള വെടിക്കെട്ടുകളുള്ള സാധനങ്ങൾ ഒരു 10-22 ഉണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ അത് കൊടുത്തോളാം. അപ്പോൾ അന്ന് പറഞ്ഞ ഗിരീഷ് സാറിനെ പെടുത്തിയ ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ അത് മൊത്തം പുറത്തു കൊണ്ടുവരും. മൊത്തം എല്ലാ കാര്യം പുറത്തു കൊണ്ടുവരും. എല്ലാവരും പറയട്ടെ. ഇത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഓർത്തു എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെല്ലുവിളി. ഞാൻ സത്യം പറഞ്ഞാണല്ലോ, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പണി വരുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനുണ്ടോ പണിയൊക്കെ ഇഷ്ടം പോലെ. കാര്യം ശരിക്കും പറഞ്ഞാല് പണി വരണം, നമുക്ക് പ്രശ്നങ്ങൾ വരണം. അതാണ് എന്റെ ഭാഷ്യം. പ്രശ്നങ്ങൾ വരണം, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരണം. വന്നാലേ നമ്മൾ തെളിയത്തുള്ളൂ നമ്മൾ ആരാന്നും നമ്മുടെ യഥാർത്ഥ മുഖം എന്തുവാന്നും വെളിവാകത്തുള്ളൂ. കാരണം ഇന്ന് ഈ ഫോറസ്റ്റുകാർ, ഞാൻ അവർക്കൊരു താങ്ക്സ് പറയാം. കാരണം അറിയോ, ഈ സംഭവത്തിന് അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് കാരണമാണ് ഇമാർക്കൊരു മണ്ടത്തരം പറ്റിയാണ്. അത് പോട്ടെ, ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. എനിവേ, അവന്മാരെന്തായാലും ഒന്നീ ജോലി ചെയ്യണം, ഒന്നീ ഡ്യൂട്ടി ചെയ്യണം. ഡു യുവർ ഡ്യൂട്ടി. നിന്നെയൊക്കെ ഡ്യൂട്ടി ഞാൻ ചെയ്യാൻ പഠിപ്പിക്കും. എനിക്കിനിയും ഞാൻ തച്ചിനിറങ്ങാണ്. ഇനി നിയമം പഠിക്കട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹം നിയമം പഠിക്കണം. കാരണം ഇതൊരു വാശിയാണ്. കാരണം നിയമം അറിയാം. ഏത് ഓഫീസിൽ ചെന്നാലും നിങ്ങൾ നോക്കിയാൽ, ഒരു പഞ്ചായത്തിൽ ചെന്നാലും, ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാലും, ഒരു ആധാർ ഏത് ഓഫീസിൽ ചെന്നാലും മനുഷ്യനെ ഇട്ട് വട്ടം കറക്കി. ആ ഏരിയ മെച്ചേട്ടത്തിൽ കണ്ടോ, നോക്ക്. ആ സ്ത്രീ അതുപോലാണ് ഈ റോബിൻ ഗിരീഷും. അതുപോലാണ്. അങ്ങനെ ഓരോരുത്തരും ഒരുപാട് പേരുണ്ട് അതായത് നിയമം കൊണ്ട് നേരിട്ട് അവര് വിജയം നേടിയ ആൾക്കാര് എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം. നമ്മൾ ഓരോരുത്തരും വിവരാവകാശം വെക്കണം. കമന്റ് മാത്രം ഉണ്ടാക്കിയിട്ട് കഥയില്ല. നിങ്ങളൊക്കെ കമന്റിനകത്ത് കയറിയിരുന്ന് ചെയ്യുകയല്ലോ. നിങ്ങൾ നിയമ പോരാട്ടം നടത്തണം. നേരെ പോകണം. ഒരു വിവരാവകാശമോ അല്ലെ കേസ് കൊടുക്കുവോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇല്ല, പഠിക്കണം. ഗൂഗിൾ എടുത്ത് വെച്ച് പഠിക്കുക. എന്താണ് ഒഫൻസുകൾ, കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഒരുപാട് ഓപ്പൺ സോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഒരുപാട് വക്കീലന്മാരൊക്കെ ചാനലുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് സപ്പോർട്ടൊക്കെ തരുന്നതായിരിക്കും. അപ്പം മറക്കണ്ട. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ശക്തമായിട്ട് പോരാടാൻ വേണ്ടി പോരാട്ട വീര്യം ഉന്നെക്കൊണ്ട് മുടിയാണ് തമ്പി, എന്നെക്കൊണ്ട് മുടിയും തമ്പി എന്ന് പറയുന്ന ആ ക്യാപ്ഷനും കൊണ്ട് മില്ലുകാരനും കട്ടയ്ക്ക്. കാരണം എനിക്ക് ആ ഒരു ക്യാപ്ഷൻ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുക. കാരണം ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാപ്ഷനാണ്. ഉന്നെക്കൊണ്ട് മുടിയാതെ തമ്പി, എന്നെക്കൊണ്ട് മുടിയും തമ്പി എന്ന് പറഞ്ഞ ഒരു സ്ട്രാക്ഷൻ. ആ റോബിൻ ഗിരീഷ് ഇരിക്കട്ടെ, മില്ലുകാരനെ കൂടെ അത് പഠിപ്പിച്ചതിന് ആ ഒരു ക്യാപ്ഷൻ പഠിപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ അതിന് കട്ടയ്ക്കുന്ന ഒരുപാട് ചാനലുകാരുണ്ട്. അവർക്കൊക്കെ കട്ടയ്ക്ക് ഒരു താങ്ക്സ് ഇരിക്കട്ടെ. പിന്നെ വളച്ചൊടിച്ചവന്മാർക്ക് വരും ദിവസങ്ങൾ അതിന് തക്കതായിട്ടുള്ള മറുപടികൾ ആയിട്ട് പുറത്ത് വരുന്നതായിരിക്കും. പിന്നെ പറയുന്നവർ പലതും പറയട്ടെ. അവരവിടെ പറഞ്ഞുകൊണ്ടിരുന്ന് അവര് ഈ കേട്ടിട്ടില്ലേ, കുശുമ്പ് പറയുന്നവർക്ക് അവരെന്നും കുശുമ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പുതിയ മേച്ചിൽ പുറങ്ങൾ, പുതിയ സ്ഥലങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ നല്ലത് ചിന്തിച്ച് മുന്നോട്ട് പോകും. ഇനി എന്താണ് അടുത്തത്? നിയമങ്ങൾ പഠിക്കും, കാര്യങ്ങൾ പഠിക്കും. ഇവര് മണ്ടന്മാരെന്നും മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കും. എന്നും കമന്റ് കയറി തെറിവിളി, കമന്റ് കയറി മറ്റേത് അത് കിട്ടിയല്ലോ. കുശുമ്പിന് മുന്നേക്ക് ഒരു മരുന്നില്ലടാ. നിന്റെ ഒന്നും കുശുമ്പും കുന്നായ്മ കോടതിയിൽ നടക്കത്തില്ല. കോടതി
കറക്റ്റ് കാര്യങ്ങൾ കൊടുത്ത് കറക്റ്റ് കാര്യങ്ങളോട് ഞങ്ങൾ വരും. ഞങ്ങൾ ഇറങ്ങി തന്നെ വരും, ശക്തമായിട്ട് ഇറങ്ങി വരും. ഇന്നിപ്പോ ഈ KSRTC-കാർ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മാരുടെ ഏതോ ഒരു വ്ലോഗിനകത്ത്, അതായത് ആനവണ്ടി എന്ന് പറഞ്ഞൊരു വ്ലോഗിനകത്ത് ആ പാവം പിടിച്ച വക്കീല് മരിച്ചപ്പോ അമ്മാര് എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുരിതങ്ങളാണ് നിങ്ങൾക്ക് ഈ ദുരിതങ്ങൾ. സ്വല്പമെങ്കിലും കാര്യം ഒരു മനുഷ്യൻ തീർന്നു. എടാ നീയും കൊടുക്കുന്നില്ലേ കുറച്ചൊക്കെ സാധനം ടാക്സ് ആയിട്ട് കൊടുക്കുന്നില്ലേ? അതിന്റെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ആനുകൂല്യങ്ങള്? എല്ലാം വിറ്റ് മുടിപ്പിച്ചുകൊണ്ട് പോവാ ഇവന്മാരെല്ലാം. ഒരു മനുഷ്യന് ഒരു 100 രൂപയുടെ 50-60 രൂപയും ഗവൺമെന്റ് കൊണ്ടുപോവാം. അതിന്റെ ഒരു ആനുകൂല്യം ഒരു ഓഫീസിനും ഇല്ല. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് പത്രത്തില്. ഒരു മനുഷ്യൻ ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ, മലയാള മനോരമ ഞാൻ വായിച്ചതാണ്, പുള്ളി പത്രസമ്മേളനം നടത്തിയാ തോന്നുന്നു മുഖ്യമന്ത്രി. ഒരു മനുഷ്യൻ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എവിടെ, എന്ത്, എപ്പോൾ എന്നീ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ ഓഫീസാണ്. ഇപ്പോ റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന മനുഷ്യനെ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല. എന്തിനു വേണ്ടി പിടിച്ചു സാറെന്ന് പറഞ്ഞോ അതിനും ഉത്തരവില്ല. 4 തവണ വണ്ടി പിടിച്ചേക്കുന്നു. നിങ്ങൾ കണ്ടതല്ലേ ലൈവില്? ഇതൊക്കെ കാണിക്കുന്ന ഇവന്മാരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? ഈ നാട്ടിൽ ഇനി ജീവൻ പോലും ഒരു വ്യക്തി പോലും കേരളത്തിൽ വന്ന് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത്. പറ്റുവാണെങ്കിൽ കേരളം വിട്ട് പല തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട്ടിൽ ഈ നാട്ടിൽ മുടിഞ്ഞമാറി നാട്ടിൽ നിൽക്കരുത്. കാരണം ഇതുപോലെ വൃത്തികെട്ട ഒരു നാട്. ഇരിക്കുന്ന ഓഫീസർമാർ മാത്രമേ ഇന്ന് ജീവിക്കുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കൈക്കൂലി വാങ്ങിച്ച് തിന്നുന്ന ഓഫീസർമാർ മാത്രമേ ഉള്ളത്. എന്തെങ്കിലും അതിലും വലിയ കോമഡി, കൈക്കൂലി പിടിക്കുന്ന കുറെ സാറുമാരുണ്ട്. കൈക്കൂലി പിടിക്കുന്ന ഒരു സാറുമാര്, ആ സാറുമാര് ഇവരെ കൈക്കൂലി പിടിച്ചിട്ട് 6 മാസം ഇവർക്ക് സസ്പെൻഡ് കൊടുക്കും. വീണ്ടും അവൻ അടുത്ത ജോലി കയറും. വീണ്ടും അവനെ ദൂരെ കൊണ്ടെടുത്ത് അവർ ജോലി കയറും. ജോലി കയറി കഴിയുമ്പോൾ എന്തുവാ അവൻ വീണ്ടും പണ്ടത്തേന് പിന്നത്തെയാവും. അതിന്റെ ഡബിള് വാങ്ങിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഇവനെയൊക്കെ ഈ കറപ്ഷൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് എന്തുവാ? ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ജനങ്ങൾ, അതായത് അപ്പാവിയായിട്ടുള്ള, തമിഴിൽ പറഞ്ഞ അപ്പാവിയായിട്ടുള്ള ജനങ്ങൾക്ക് എവിടെ, എപ്പോൾ, എന്ത് എന്ന് പറയുന്ന ഈ 3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മുന്നിൽ കൂടെ ഒരു ഡയലോഗും പുറകിൽ കൂടെ അണ്ടർ ടേബിൾ ഡീലും. ഇതാണ് ഇവിടെ നടക്കുന്ന മൊത്തം. ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു, ഓരോ കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് അത് വാസ്തവവിരുദ്ധമായിട്ടുള്ള സംസാരമായി പോകും. വാസ്തവവിരുദ്ധമായിട്ടുള്ള സംസാരമായി പോകുന്നു. വീണ്ടും പറയാം. കള്ളത്തരം കാണിക്കാനും കള്ളത്തരത്തിൽ തമിഴ്നാട്ടിൽ ഏക്കർ കണക്കിന് വസ്തു വാങ്ങിക്കാനും ഒരുത്തിനും കുഴപ്പമൊന്നുമില്ല. ഗോവയിലും തമിഴ്നാട്ടിലും അങ്ങ് പലയിടത്തും കൊണ്ടുവന്ന് സ്വിസ് ബാങ്കിലും കൊണ്ടുവന്ന് കള്ളത്തരം കാണിച്ച് പണം ഇടുന്നതെന്ന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞെന്തുവാ കാണിക്കുന്നത് എന്തുവാ? ഇതാണ് സത്യം പറഞ്ഞാൽ സ്വല്പമെങ്കിലും ഈ വാങ്ങിച്ചു കൂട്ടുന്നവർക്ക് സ്വല്പമെങ്കിലും ജനങ്ങളോട് സ്വല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ സ്വല്പമെങ്കിലും ഇവന്റെയൊക്കെ മനസ്സ് മുരടിച്ചു പോയി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. 32 മിനിറ്റായി. ഗുഡ് ബൈ. വേറെ ഇന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഇറക്കാൻ വേണ്ടി ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരൊരു ഇത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അയച്ചു. മോഹൻചേട്ടന് അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ പുള്ളി വന്ന് ഒന്നീ പ്രസ് മീറ്റ് വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ആരുടെയും മുന്നിൽ വന്ന് പറയും. ദയവ് ചെയ്ത് പുള്ളിയുടെ പേരിൽ അതായത് ഫേക്കായിട്ടുള്ള ഗെയിമിംഗ് നടത്തരുതെന്നാണ്. അതിൽ നിങ്ങൾ കൂട്ടി നിൽക്കരുത്. കട്ട സപ്പോർട്ട് തരുമെന്ന് കരുതുന്നു. അപ്പൊ ഗുഡ് ബൈ. കാണാം. മില്ലുകാരൻ വയ്യ, സത്യം പറയാമല്ലോ. രാവിലെ തൊട്ട് കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, വയ്യ. ശരിക്കും പറഞ്ഞാൽ വേറെ ഉടുപ്പ് പോലും കൊണ്ടുവന്നിട്ടില്ല. അന്നേരം ചാടി പിടിച്ച് വണ്ടി കയറി പോണതാണ് ഒറ്റ വരവിന്. ഒരു വിഷയം ഉണ്ടായെന്ന് പറഞ്ഞ് ഓടി പോകാം. ഇനിയും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ കാണാം. മില്ലുകാരൻ.